ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തെരുവു നായ്ക്കൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയരുന്നു. ഇവയുടെ ആക്രമണമേറ്റ് നിരവധി പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇവയെ ഉന്മൂലനം ചെയ്യാൻ അധികാരികൾ മുൻകൈയെടുക്കാത്തതിൽ ദുരൂഹത ഏറെയുണ്ട്. ഇതിനെതിരെ പൊതുപ്രവർത്തകരും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ലിംഗസമത്വം ഇസ്ലാമിനും സമൂഹത്തിനും മനുഷ്യത്വത്തിനും എതിരാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തെരുവുനായകളുടെ ഉന്മൂലനത്തിന് വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്നും റാബിസ് വാക്സിൻ കമ്പനികളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് സ്ഥാപകൻ കൊച്ചൌസേബ് ചിറ്റിലപ്പിള്ളി. ഓൺലൈൻ പേയ്മെന്റും ഓൺലൈൻ രജിസ്ട്രേഷനും ലളിതമാക്കാൻ KSEBയുടെ ഗോ ലൈവ് പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. ലിംഗസമത്വം ഇസ്ലാമിനും സമൂഹത്തിനും മനുഷ്യത്വത്തിനും എതിരാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആണും പെണ്ണും തുല്യരാണെന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നും അതിന് ധൈര്യമുണ്ടോ എന്നും കാന്തപുരം ചോദിച്ചു. SSF നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകാരികതയിലേക്കും മനുഷ്യരെ വഴുതിക്കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയും മനുഷ്യത്വമല്ല. ഇസ്ലാം അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് മനുഷ്യത്വമേ അല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം അത് ഒരിക്കലും ഇസ്ലാമികമല്ല, ബുദ്ധിപരമല്ല, മനുഷ്യത്വപരമേ അല്ല ആണെന്ന് പറയാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൌൺഹാളിൽ ക്യാമ്പസ് സമ്മേളനം സംഘടിപ്പിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് അസഗാഫി ഉദ്ഘാടനം ചെയ്തു. SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പസ് സമ്മേളനം ടൌൺഹാളിൽ നടന്നത്. പരിപാടി SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് അസഗാഫി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ വായനാശീലം വളർത്താൻ ശ്രമിക്കണമെന്നും തങ്ങളുടെ കഴിവ് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നല്ലത് വായിച്ച് തിന്മയ്ക്കെതിരെ പ്രതികരിക്കണം. സമൂഹത്തിൽ നല്ല വ്യക്തികൾ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുകയും സഹജീവികളോടുള്ള കരുണ ഉണ്ടാവുകയും വേണം. ഇതിന് ഇത്തരത്തിലെ കോൺഫറൻസ് പ്രയോജനകരമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ വായിക്കണം, നന്നായി വായിക്കണം, നല്ലത് വായിക്കണം. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് IPV എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണ വിഭാഗം. ഇസ്ലാമിക് നാഗരികത, വൈജ്ഞാനിക പാരമ്പര്യം എന്ന വിഷയത്തിൽ മുൻ ISRO സയന്റിസ്റ്റും MKC CEOയുമായ ഡോക്ടർ അബ്ദുൽ സലാമും ഇസ്ലാം വഴിയും ജീവിതവും എന്ന വിഷയത്തിൽ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാറും ക്യാമ്പസ് നമ്മെ കാത്തിരിക്കുന്നു എന്ന വിഷയത്തിൽ K അബ്ദുൽ കലാമും ക്ലാസുകൾ എടുത്തു. ക്യാമ്പസ് കോൺഫറൻസിൽ SSF സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ, SSF ജില്ലാ ട്രഷറർ MT ഷിഹാബുദ്ദീൻ സഖാഫി, ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി അക്ബർ സാദിഖ്, ദുൽകിഫിൽ സഖാഫി, റഷീദ് ഒടുങ്ങാക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. SSF ഹയർ സെക്കൻഡറി സമ്മേളനം കാലിക്കറ്റ് ടവർ ഓഡിറ്റോറിയത്തിൽ നടന്നു. SSF നാൾവഴികൾ എന്ന വിഷയത്തിൽ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാറും SSF വർത്തമാനം എന്ന വിഷയത്തിൽ K അബ്ദുൽ കലാമും NV അബ്ദുൾ റസാഖ് സഖാഫിയും സംസാരിച്ചു. കോഴിക്കോട് ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിലുള്ള RAPDRP പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇലക്ട്രിക് സെക്ഷനുകളുടെ ഗോ ലൈവ് പ്രഖ്യാപനം കോഴിക്കോട് നടന്നു. KSEB ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ അശോകൻ പദ്ധതി പ്രഖ്യാപിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ RAPDRP കോഴിക്കോട് ടൌൺ സ്കീമിൽ കോഴിക്കോട് സർക്കിളിനു കീഴിലെ 23 സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിലാണ് ഗോ ലൈവ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കോഴിക്കോട് KSEB കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ KSEB ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ അശോകൻ പദ്ധതി പ്രഖ്യാപിച്ചു. പുതിയ കാര്യങ്ങളാണ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പദ്ധതിയിലൂടെ ഓൺലൈൻ പേയ്മെന്റും ഓൺലൈൻ രജിസ്ട്രേഷനും എന്നിവ കൂടുതൽ കാര്യക്ഷമമായി നടക്കുമെന്നും ഇത് ഉപഭോക്താക്കൾക്കും KSEBക്കും പ്രയോജനപ്രദമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
കോഴിക്കോട് ഫറോക്ക് ഡിവിഷന്റെ എല്ലാ സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിലും ബാലുശ്ശേരി ഡിവിഷന്റെ കുന്നമംഗലം കൊടുവള്ളി സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം AT&C ലോസ് 15% കുറയ്ക്കുക, കൂടാതെ 5 വർഷം ഇതേപോലെ നിലനിർത്തുകയും ചെയ്യുക. RAPDRP പാർട്ട് എ പദ്ധതി പ്രദേശത്ത് കൺസ്യൂമർ ഇൻഡെക്സിംഗ്, GIS മാപ്പിംഗ്, ട്രാൻസ്ഫോമറുകളിലും 11 kV ഫീഡറുകളിലും മീറ്റർ സ്ഥാപിക്കുക, ഓട്ടോമാറ്റിക്കായി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ, 11 kV ഫീഡറുകൾ എന്നിവയുടെ ഡാറ്റ ലോഗിൻ കൂടാതെ സ്കാഡ സംവിധാനം നടപ്പിലാക്കുക എന്നിവ ഇവയുടെ ലക്ഷ്യങ്ങളാണ്. കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ അസറ്റ് മാപ്പിംഗ്, മീറ്റർ റീഡിംഗ്, ബില്ലിംഗ്, കളക്ഷൻ, എനർജി അക്കൌണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, MIS എന്നീ മേഖലകളിൽ ITയുടെ ഉപയോഗം, IT ഇനേബിൾഡ് കൺസ്യൂമർ സർവീസ് സെന്റർ എന്നീ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം കോഴിക്കോട് സർക്കിളിന്റെ കീഴിലുള്ള 23 ഇലക്ട്രിക്കൽ സെക്ഷനുകൾക്കുമേൽ പറഞ്ഞ സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 13 സബ്സ്റ്റേഷനുകളും 82 ഫീഡറുകളും 1986 ട്രാൻസ്ഫോമറുകളും ഈ സംവിധാനത്തിന്റെ കീഴിൽ വരുന്നതാണ്. കോഴിക്കോട് സിറ്റിയുടെ പരിസര പ്രദേശത്ത് വൈദ്യുതി വിതരണം സ്കാഡ സംവിധാനത്തിലേക്ക് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു. പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ ചീഫ് എഞ്ചിനീയർ ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് കുമാരൻ അധ്യക്ഷനായിരുന്നു. KDN കമ്പനി പ്രതിനിധികൾ പ്രൊജക്ടിനെക്കുറിച്ച് ക്ലാസുകൾ നൽകി. IT ചീഫ് എഞ്ചിനീയർ കേശവദാസ്, കോഴിക്കോട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവു നായകളുടെ ഉന്മൂലനത്തിന് വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്ന് സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് സ്ഥാപകൻ കൊച്ചൌസേബ് ചിറ്റിലപ്പിള്ളി. റാബീസ് വാക്സിൻ കമ്പനികളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായവും നിയമസഹായവും നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് എന്ന സംഘടന കൊച്ചി ആസ്ഥാനമായി കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി രൂപീകരിച്ചത്. ഈ സംഘടന രൂപീകരിച്ചതു മുതൽ ഇതിനെ തുരങ്കം വയ്ക്കാനുള്ള പല നീക്കങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തുടർച്ചയായും കൂട്ടത്തോടെയുമുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ തെരുവുകളെയും പൊതുസ്ഥലങ്ങളെയും തെരുവുനായ ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാകൂ എന്ന് സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റിന്റെ സാരഥികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 12 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് ബീച്ച് പരിസരത്ത് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി നിരാഹാര സത്യാഗ്രഹം നടത്തും. 13 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ നിരാഹാരം തുടരും. തെരുവു നായ്ക്കളുടെ ഉന്മൂലനത്തിന് വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. റാബീസ് വാക്സിൻ കമ്പനികളെ വളർത്തുന്നതിന്റെ ഭാഗമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 14 വർഷം മുമ്പത്തേക്കാൾ അപേക്ഷിച്ച് ഒരു 20 ഇരട്ടിയോ 30 ഇരട്ടിയോ ഈ റാബീസ് വാക്സിന്റെ സെയിൽ കൂടിയിരിക്കുകയാണ്. എത്രയോ മടങ്ങ് റാബീസ് വാക്സിന്റെ സെയിൽ കൂടിയിട്ടുണ്ട്. ഇത് സത്യം ഇന്നലെ നാളെ പുറത്തു വരും. ഇത്രയും വാക്സിൻ ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം കമ്മീഷൻ ആർക്കൊക്കെയോ പോകുന്നുണ്ട്. മുൻപരിചയമില്ലാത്ത തൊഴിലാളികളെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിക്കാനിറങ്ങിയ നൌഷാദിന്റെ ധീരതയും അർപ്പണ മനോഭാവവും അംഗീകരിക്കാനും കുടുംബത്തെ സഹായിക്കാനുമായി 5 ലക്ഷം രൂപ കൈമാറുമെന്ന് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിന്റെ പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാര് നമ്മുടെ നാട്ടില് വളർന്നു വരട്ടെ എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്തായിരുന്നു അത് ചെയ്തത്. രാജ്യാന്തര ഫിസിയോതെറാപ്പി സമ്മേളനം ഫിസിയോ 2020 കോഴിക്കോട് JDT ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയിൽ ആരംഭിച്ചു. ഞായറാഴ്ച വരെ തുടരുന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ A നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഫിസിയോതെറാപ്പി മനുഷ്യനെ പ്രകൃതി നിയമങ്ങളിലേക്കും പ്രാപഞ്ചിക വ്യവസ്ഥിതിയിലേക്കും കൊണ്ടുവരുന്നതായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ നളിനാക്ഷൻ അഭിപ്രായപ്പെട്ടു. JDT ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി സംഘടിപ്പിച്ച ത്രിദിന അന്തർദേശീയ ഫിസിയോതെറാപ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. JDT ഇസ്ലാം പ്രസിഡന്റ് CP അൻവർ അധ്യക്ഷം വഹിച്ചു. വിദേശ പ്രതിനിധികളടക്കം 1000-ന് മേലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നുണ്ട്. നെതർലാൻഡ് എംബസി പോളിസി അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, നെതർലാൻഡ് സാക്സിയോൺ യൂണിവേഴ്സിറ്റി കോഴ്സ് ഡയറക്ടർ ഡോക്ടർ ഗോവർട്ട് വെർഗറ്റ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഡോക്ടർ അജിത് കുമാർ ആമുഖ ഭാഷണം നടത്തി. KUHS ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. JDT സെക്രട്ടറി CP കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും പ്രിൻസിപ്പൽ S മഹേഷ് ബാബു നന്ദിയും പറഞ്ഞു. സമകാലീന ലോകത്ത് നിലനിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ഫിസിയോതെറാപ്പി മേഖലയിലെ പുത്തൻ പ്രവണതകളെക്കുറിച്ചും അവലോകനങ്ങളും സെമിനാറുകളും നടന്നു. വിവിധ സെഷനുകളായി നടന്ന പരിപാടി ഞായറാഴ്ചയാണ് സമാപിക്കുന്നത്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന്
കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ താമസ ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമല മേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സ്പിക്മാക്കയുടെ ആഭിമുഖ്യത്തിൽ ചിന്മയ വിദ്യാലയത്തിൽ ഒഡീസ നാടോടി നൃത്തമായ ഗോട്ടിപ്പുവ അരങ്ങേറി. ഒഡീഷയിലെ കൊണാർക്ക് നാട്യമണ്ഡപത്തിലെ ആൺകുട്ടികളാണ് പെൺവേഷമണിഞ്ഞ് നൃത്തം അവതരിപ്പിച്ചത്. പെൺവേഷം കെട്ടിയ കുസൃതി കണ്ണന്മാർ നിറഞ്ഞാടിയപ്പോൾ അത് ആസ്വാദകരിലും അത്ഭുതമുണർത്തി. സ്പിക്മാക്കയുടെ ആഭിമുഖ്യത്തിൽ ചിന്മയ വിദ്യാലയത്തിലാണ് ഒഡീഷയിലെ പ്രാചീന നൃത്തകലാരൂപമായ ഗോട്ടിപ്പുവ ആസ്വാദകർക്ക് പുതുവിരുന്നൊരുക്കിയത്. പ്രാചീന കാലത്ത് ഒഡീഷയിൽ ദേവദാസിമാർ ദൈവഭക്തിയിൽ കൃഷ്ണാവതാരം പൂകി ജഗന്നാഥ ക്ഷേത്രങ്ങളിൽ ആടിയ നൃത്തത്തിന്റെ പ്രതിരൂപമാണിത്. മുഗൾ ഭരണകാലത്ത് ഇത് ആൺകുട്ടികൾക്ക് മാത്രം ആടാനുള്ളതായി മാറി. ഒറിയ ഭാഷയിൽ ഗോട്ടി എന്നാൽ ഒരു എന്നും പുവ എന്നാൽ ആൺകുട്ടി എന്നുമാണ് അർത്ഥം. ആദ്യകാലങ്ങളിൽ ഒരു കുട്ടി മാത്രം അവതരിപ്പിച്ചിരുന്ന ഗോട്ടിപ്പുവ പിന്നീട് നിരവധി മാറ്റങ്ങളോടെ സംഘനൃത്തമായി മാറി. പഞ്ചദേവ സ്തുതിയിൽ തുടങ്ങി പല്ലവി, യോഗ, അഭിനയം, ബാന്ധവം എന്നിവയിലൂടെ അവസാനിക്കുന്ന നൃത്തത്തിൽ 8ഓളം കലാകാരന്മാർ പങ്കാളികളായി. ഒഡീഷയിലെ കൊണാർക്ക് നാട്യമണ്ഡപത്തിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ഇവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലിതു സാമന്ത്രായിക്ക് 9 വയസ്സാണ്. ഗുരു ജയകൃഷ്ണൻ നായക്കാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. 14 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികൾ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്പിക്മാക്കെ സംഘടനാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണ വാര്യർ നേതൃത്വം നൽകി. 4 ദിവസമായി നടന്നുവന്ന ഫറോക്ക് ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. സമാപന യോഗത്തിൽ പുരുഷൻ കടലുണ്ടി MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 81 സ്കൂളുകളിൽ നിന്നായി 4000 കലാപ്രതിഭകളാണ് മേളയിൽ മാറ്റുരച്ചത്. ഫറോക്ക് ഗവൺമെന്റ് ഗണപതാണ് ചാമ്പ്യന്മാരായത്. ഫറോക്ക് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഫറോക്ക് ഗവൺമെന്റ് ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ രാമനാട്ടുകര സേവാ മന്ദിരം സ്കൂളും ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു. ബേപ്പൂർ GHSനാണ് ഹയർ സെക്കൻഡറിയിൽ 2ാം സ്ഥാനം. ഈ വിഭാഗത്തിൽ സേവാമന്ദിരം സ്കൂൾ 3ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കരിങ്കലൈ ബനേർണി EMHSനാണ് 2ാം സ്ഥാനം. ഫാറൂഖ് കോളേജ് ഫാറൂഖ് ഹയർ സെക്കൻഡറി 3ാം സ്ഥാനം നേടി. യുവജനോത്സവം UP വിഭാഗത്തിൽ കരിങ്കലൈ ബനേർണി EMHSനാണ് ചാമ്പ്യൻഷിപ്പ്. ഫറോക്ക് ഗവൺമെന്റ് ഗണപതി 2ാം സ്ഥാനവും കടലുണ്ടി മണ്ണൂർ കൃഷ്ണ UP സ്കൂൾ 3ാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ കരിങ്കലൈ ബനേർണിയാണ് ജേതാക്കൾ. ബേപ്പൂർ ഗവൺമെന്റ് LP 2ാം സ്ഥാനവും മണ്ണൂർ നോർത്ത് AUP 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്കൃതോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ രാമനാട്ടുകര സേവാ മന്ദിരം സ്കൂളാണ് ചാമ്പ്യന്മാർ. ചാലിയം ഇമ്പിച്ചി ഹാജി സ്കൂൾ 2ാം സ്ഥാനവും ഫറോക്ക് ഗവൺമെന്റ് ഗണപതി 3ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ കടലുണ്ടി മണ്ണൂർ കൃഷ്ണ AUPയാണ് ജേതാക്കൾ. നല്ലളം AUP സ്കൂൾ 2ാം സ്ഥാനവും രാമനാട്ടുകര അയ്യപ്പൻ എഴുത്തച്ഛൻ AUP B 3ാം സ്ഥാനവും നേടി. അറബിക് കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫാറൂഖ് കോളേജ് ഫാറൂഖ് ഹയർ സെക്കൻഡറി ജേതാക്കളായി. രാമനാട്ടുകര സേവാ മന്ദിരം രണ്ടാമതെത്തിയ മത്സരത്തിൽ ഫറോക്ക് ഗവൺമെന്റ് ഗണപതി 3ാം സ്ഥാനം നേടി. UP വിഭാഗത്തിൽ തുമ്പപ്പാടം IMUPയാണ് ചാമ്പ്യന്മാരായത്. മണ്ണൂർ കൃഷ്ണ AUP 2ാം സ്ഥാനവും രാമനാട്ടുകര ഗവൺമെന്റ് UP 3ാം സ്ഥാനവും കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ നല്ലളം ALPയാണ് ജേതാക്കൾ. നല്ലൂർ നാരായണ LBPയാണ് 2ാം സ്ഥാനം. മാത്തോട്ടം സലഫി EMLP സ്കൂൾ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പുരുഷൻ കടലുണ്ടി MLA സമ്മാനദാനവും നിർവഹിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. AEO KK മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൌൺസിലർമാരായ N സതീഷ് കുമാർ, PP ബീരാൻ കോയ, പേരോത്ത് പ്രകാശൻ, T അനിൽകുമാർ, M ഗിരിജ, പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാനാധ്യാപിക V ജീജ, KP ശ്രീശൻ, ഡോക്ടർ MP പത്മനാഭൻ, KB മുസ്തഫ, KC അനൂപ്, K വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു.
പൊറ്റക്കാടിന്റെ സഞ്ചാര ലോകത്തെ ക്യാൻവാസിലാക്കുകയാണ് വൈഷ്ണവ വസന്ത്. നവതരംഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വൈഷ്ണവ വസന്തിന്റെ ചിത്രപ്രദർശനത്തിന് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. പൊറ്റക്കാടിന്റെ സഞ്ചാര ലോകത്തെ ക്യാൻവാസിലാവിഷ്കരിച്ച് വൈഷ്ണവ വസന്തിന്റെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി. നവതരംഗം സാംസ്കാരിക കൂട്ടായ്മയാണ് പ്രദർശനമൊരുക്കിയിരിക്കുന്നത്. പൊറ്റക്കാട് സാറിന്റെ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷനിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയോണ്ടാണ് ഇവിടെ ഒരു എക്സിബിഷൻ വെക്കാൻ വേണ്ടിയിട്ട് അവർ അവസരം തന്നെ. ഇവിടെ മൊത്തം സാറിന്റെ ഒരു ബുക്കിന്റെ അടിസ്ഥാനമാക്കിയിട്ടാ ചിത്രം വരച്ച ഒരു തെരുവിന്റെ കഥ, ആ ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാ അതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആൻഡ് ഓരോ സ്ഥലത്തിന്റെ പിക്ചറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി വരുന്ന എന്റെ ഇമാജിനറി ഡ്രോയിങ്ങാ. കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനിയാണ് വൈഷ്ണ. ചെലവൂർ വേണുവാണ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം 30-ന് അവസാനിക്കും. NGO ആർട്സ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കലോത്സവം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇനങ്ങളിലായി നിരവധി ജീവനക്കാരാണ് തങ്ങളുടെ കലാപ്രകടനം മാറ്റുരച്ചത്. NGO ആർട്സ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായാണ് കോഴിക്കോട് ജീവനക്കാരുടെ ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുന്നത്. എല്ലാവരിലും കൌതുകമായിരുന്നു. ബാല്യകാലത്തിലേക്ക് ഒരിക്കൽ കൂടി പോയതുപോലെയാണ് പലർക്കും അനുഭവപ്പെട്ടത്. സഹപ്രവർത്തകരുടെ കലാപ്രകടനത്തെ പ്രോത്സാഹിപ്പിക്കാനും ഇവർ മറന്നില്ല. ജീവനക്കാരുടെ മികച്ച പ്രകടനങ്ങളായിരുന്നു കലോത്സവത്തിൽ ദൃശ്യമായത്. സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ കവിത ചൊല്ലിയാണ് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരിയായ ഷേമ കെ തോമസ് തന്റെ പ്രതിഷേധമറിയിച്ചത്. സമകാലീന യുഗത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തണമെന്നും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും കവിതയിൽ പറയുന്നു. പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിന്റെ ചിത്രമാണ് കവിതയിലൂടെ ക്ഷേമ പറഞ്ഞു തന്നത്. ക്രൂരമായ പീഡനങ്ങളും വേദനകളും നേരിടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് കവിതാ പാരായണ മത്സരത്തിൽ നിറഞ്ഞു നിന്നത്. പുരുഷന്മാരുടെ ലളിതഗാന മത്സരത്തിൽ പ്രണയവും ബാല്യകാല സ്മരണകളും മറഞ്ഞുപോയ ആഘോഷങ്ങളും പ്രമേയമായിരുന്നു. വ്യത്യസ്തമാർന്ന ശൈലിയിൽ ഓരോരുത്തരും അവതരണം പുതുമയുള്ളതാക്കി. രാഗം, താളം, ലയം എന്നീ 3 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. നാദാപുരം, താമരശ്ശേരി, വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, വെസ്റ്റ് ഹിൽ, സിറ്റി, ചാലപ്പുറം, മെഡിക്കൽ കോളേജ്, സിവിൽ തുടങ്ങിയ ഏരിയകളിൽ നിന്നുള്ളവരാണ് കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കവിതാപാരായണം, മാപ്പിളപ്പാട്ട്, തിരുവാതിരക്കളി, നാടോടി നൃത്തം, മോണോ ആക്ട്, പ്രച്ഛന്നവേഷം, നാടൻപാട്ട് എന്നിവയും ഉപകരണ സംഗീതത്തിൽ തബല, ചെണ്ട, മൃദംഗം, വയലിൻ എന്നിവയും പെൻസിൽ ഡ്രോയിംഗ്, ജലച്ചായം എന്നീ മത്സരങ്ങളുമാണ് നടന്നത്. കോഴിക്കോട് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. സത്യൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. സന്തോഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V. രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗവേഷക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ശാസ്ത്ര, മാനവിക, ഭാഷാ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നതിനുള്ള സൌകര്യങ്ങളുമായി സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ അന്തർവൈജ്ഞാനിക ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ വാസുദേവ ശിരുഗിരി ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ അന്തർവൈജ്ഞാനിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കോളേജ് ക്യാമ്പസിലെ ഗവേഷണ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിൽ നടന്നു. 1.25 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജന്തുശാസ്ത്ര, സസ്യശാസ്ത്ര വിഭാഗങ്ങളുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ 2 ജൈവ വൈവിധ്യ പഠന കേന്ദ്രങ്ങൾ ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. സോഷ്യൽ സയൻസ് വിഷയങ്ങളിലും ഭാഷാ വിഷയങ്ങളിലും ഗവേഷണം നടത്തുന്നവർക്കായി പ്രത്യേകം ക്യൂബിക്കുകളും വിവരസാങ്കേതിക വിദ്യാ സൌകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് മുറിയും ഒരുക്കിയിട്ടുണ്ട്. പരിപാടി UGC ഡയറക്ടർ ഡോക്ടർ വാസുദേവ സിരുഗുരി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ M. മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂതിരി രാജാവ് KC ഉണ്ണിയനുജൻ രാജ, കോളേജ് ഗവേണിംഗ് ബോഡി മെമ്പർ KV ദേവകുമാർ, കൌൺസിലർ ഷിംന, PK കൃഷ്ണനുണ്ണി, മായ ഗോവിന്ദ്, ശോഭീന്ദ്രൻ, പ്രദീപ് കുമാർ MLA, വിനേഷ് വിദ്യാധരൻ, വിഷ്ണുനാരായണൻ, ദേവകുമാർ, VC രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിന്റെ ചരിത്രവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്ന കെട്ടിട സമുച്ചയമാണ് പുതിയത്. 4 കെട്ടിന്റെ രൂപഘടനയിൽ പണിതീർത്ത കെട്ടിടത്തിന് പഴമയുടെ പകിട്ടും പാരമ്പര്യത്തിന്റെ ആധികാരികതയും നൽകുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മതത്തിന്റെ രാഷ്ട്രീയവൽക്കരണമാണ് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഭീകരവാദത്തിനും വർഗീയതയ്ക്കും അടിസ്ഥാന കാരണമെന്ന് KNM സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M. വീരാൻകുട്ടി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മതത്തിന്റെ രാഷ്ട്രീയവൽക്കരണം ചെറുക്കാൻ മതനേതൃത്വങ്ങൾ ആർജവം കാണിക്കണമെന്ന് ഭീകരതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. മതത്തിന്റെ രാഷ്ട്രീയവൽക്കരണമാണ് ലോകമെന്ന് അഭിമുഖീകരിക്കുന്ന ഭീകരവാദത്തിനും വർഗീയതയ്ക്കും അടിസ്ഥാനമെന്ന് കൂട്ടായ്മ വിശദീകരിച്ചു. അധിനിവേശ താൽപര്യ സംരക്ഷണത്തിനായി ബൊക്കോ ഹറാം, അൽ ഖ്വയ്ദ, IS പോലുള്ള ഭീകര സംഘടനകളെ ആയുധവും പണവും നൽകി പോറ്റി വളർത്തുന്ന സാമ്രാജ്യത്വ ശക്തികൾ ഭീകരാക്രമണങ്ങളിൽ ഏതെങ്കിലും മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കൂട്ടായ്മ വ്യക്തമാക്കി. രാജ്യത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുക വഴി കേന്ദ്ര സർക്കാർ രാഷ്ട്രവാദത്തിന്റെ വിഷവിത്തു വിതയ്ക്കുകയാണെന്നും കൂട്ടായ്മ ആരോപിച്ചു. ലിംഗസമത്വങ്ങൾ അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M. വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി അധ്യക്ഷം വഹിച്ചു. ആസിഫ് അലി കണ്ണൂർ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, KN കുഞ്ഞാമുദ്, മുജീബ് റഹ്മാൻ കിനാലൂർ, ഇസ്മയിൽ കാരിയാട്, ഡോക്ടർ IP അബ്ദുൽ സലാം, C. മരക്കാരുട്ടി എന്നിവർ സംസാരിച്ചു. 7ാം ശമ്പള കമ്മീഷന്റെ പ്രതിലോമ നിർദ്ദേശങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചെത്തിയ ജീവനക്കാർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. FSCTO ജില്ലാ സെക്രട്ടറി M. മുരളീധരൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. 7ാം ശമ്പള കമ്മീഷന്റെ പ്രതിലോമ നിർദ്ദേശങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചു. ജില്ലയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ജോലിക്ക് ഹാജരായത്. ശമ്പളം വെട്ടിക്കുറയ്ക്കാനും വീട്ടുവാടക അലവൻസ് ഉൾപ്പെടെ കുറവ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് ഉപരി 54 പരം അലവൻസുകൾ നിർത്തലാക്കാനാണ് കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ബോണസ്, LTC എന്നിവയും ക്രമേണ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധ റാലിയുമുണ്ടായിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തെ FSCTO ജില്ലാ സെക്രട്ടറി M. മുരളീധരൻ, കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് V. അബ്ദുൽ നാസർ, സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി AV വിശ്വനാഥൻ എന്നിവർ അഭിവാദ്യം ചെയ്തു. ജില്ലാ സെക്രട്ടറി C. ശിവദാസൻ സ്വാഗതവും DREU സെക്രട്ടറി P. സുരേഷ് നന്ദിയും പറഞ്ഞു. നഗരത്തിൽ നടന്ന പ്രകടനത്തിന് R. ജയനേന്ദ്രകുമാർ, P. പ്രേംരാജ്, രാധാകൃഷ്ണൻ, ജയദീപ്, രജീഷ് എന്നിവർ നേതൃത്വം നൽകി. മൈത്രി ഫോറത്തിന്റെ പുരസ്കാരം അർഹിക്കുന്ന കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ. പൂനൂർ കരുണാകരന് പുരസ്കാരം സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ കൌൺസിലർ മുല്ലവീട്ടിൽ മൊയ്തീൻ അധ്യക്ഷം വഹിച്ചു. മൈത്രി ഫോറം ഏർപ്പെടുത്തിയ ഇത്തവണത്തെ പുരസ്കാരം പൂനൂർ കരുണാകരനെ സമ്മാനിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരാണ് സമ്മാനദാനം നിർവഹിച്ചത്. പക്ഷേ KP ധാരാളം അവാർഡ് പലർക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹം ശ്രീ പൂനൂർ K. കരുണാകരേട്ടന് കൊടുത്തതാണ് അവാർഡ്. കാരണം അതിൽ എല്ലാം ഉണ്ട്. അതിൽ സ്നേഹമുണ്ട്, അതിൽ ബഹുമാനമുണ്ട്, അതിൽ ആദരമുണ്ട്, അതിലെല്ലാം അടങ്ങിയ ഒരു പുരസ്കാരം. മൈത്രി ഫോറത്തിന്റെ സുവനീർ MM. ബഷീറിന് നൽകി അഡ്വക്കേറ്റ് PS. ശ്രീധരൻപിള്ള നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ മുല്ലവീട്ടിൽ മൊയ്തീൻ കോയ അധ്യക്ഷം വഹിച്ചു. KTC അബ്ദുള്ള, CKK മാണിയൂർ, പ്രൊഫസർ KT സുബേർ, കൌൺസിലർ C. അബ്ദുറഹിമാൻ, PR. നാഥൻ, KT രഘുനാഥ്, മലയത്തപ്പുണ്ണി, വഹാബ് പയ്യോളി, TP. മമ്മു, ജമാൽ കൊച്ചങ്ങാടി, KP. കുഞ്ഞുമൂസ, KP. ഷാനവാസ്, VM. ഷമീർ, പൂനൂർ കരുണാകരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദേശീയ ഹരിതസേനയുടെ ഭാഗമായ പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവനം 2015 പരിസ്ഥിതി ശില്പശാല സംഘടിപ്പിച്ചു. മീഞ്ചന്ത രാമകൃഷ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിച്ചു. മീഞ്ചന്ത രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിവർഷം സംഘടിപ്പിച്ചു വരുന്ന ജീവനം അതിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്.
കഴിഞ്ഞ ജീവനങ്ങൾക്ക് വിദ്യാലയങ്ങൾക്കിടയിൽ പരിസ്ഥിതി സ്നേഹമുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വളർത്താനും ജില്ലയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. കണ്ടൽക്കാടുകൾക്കായി ഒരു ജീവിതം സമർപ്പിച്ച കല്യാൺ പൊക്കുടിന്റെ ഓർമ്മകളിൽ കണ്ടലുകളെ അടുത്തറിയുവാനും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സമ്പത്ത് തിരിച്ചുപിടിക്കുവാനും ഭീഷണികൾ നേരിടുന്ന പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനുള്ള ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ഇത്തവണത്തെ ജീവനം ലക്ഷ്യമിടുന്നത്. ദേശീയ ഹരിതസേനയിൽ ഉൾപ്പെട്ട പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മയാണ് സംഘാടകർ. പാഠങ്ങളും നേതൃത്വവും എന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു. രാമകൃഷ്ണ മിഷൻ സ്കൂൾ പ്രധാനാധ്യാപിക കെ ഗീത മുഖ്യപ്രഭാഷണം നടത്തി. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് പ്രധാനാധ്യാപിക ഓർമ്മിപ്പിച്ചു. വിഷം ആവാഹിച്ച് അമൃത് നൽകുന്നു. അപ്പൊ അമൃത് നൽകുന്ന ഒരാളാണ് പ്രകൃതി. അപ്പൊ ആ അമ്മയെ, നമ്മുടെ അമ്മയെ പോലെ തന്നെ ആ അമ്മയെ നമ്മൾ സ്നേഹിച്ചും. കേരളത്തിലെ കണ്ടൽക്കാടുകൾ എന്ന വിഷയത്തിൽ വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ പി പ്രഭാകരൻ, കേരളത്തിലെ പരിസ്ഥിതി എന്ന വിഷയത്തിൽ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പി അജിത് കുമാർ എന്നിവർ ക്ലാസുകളെടുത്തു. ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെയും സമരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായിട്ടും ശമ്പള പരിഷ്കരണമില്ല എന്ന് ചൂണ്ടിക്കാട്ടി അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ മാർച്ച് നടത്തി. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P കൃഷ്ണപ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് രജിത് കുമാർ അധ്യക്ഷം വഹിച്ചു. ആക്ഷൻ കൌൺസിൽ ജില്ലാ കൺവീനർ M മുരളീധരൻ സ്വാഗതം പറഞ്ഞു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P K സതീഷ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P അജയകുമാർ, ജില്ലാ പ്രസിഡന്റ് P സത്യൻ, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി TM സജീന്ദ്രൻ, RV അബ്ദുള്ള, PP സുധാകരൻ, ഉണ്ണികൃഷ്ണൻ, CC ഷെറീന, ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സിവിൽ സർവീസിലെ ജീവനക്കാർ നടത്തുന്ന ഓരോ പ്രക്ഷോഭവും സംസ്ഥാന സിവിൽ സർവീസിനെ, അതുവഴി ജനങ്ങൾക്ക് സർക്കാർ വഴി കൊടുക്കേണ്ടുന്ന സേവനങ്ങളെ ഉറപ്പുവരുത്തുക എന്നുള്ള ഏറ്റവും ഉദാത്തമായ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. പയ്യന്നൂർ സത്കലാ പീഠത്തിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളും സത്കലാരത്ന പുരസ്കാര സമർപ്പണവും ഡിസംബർ 5 മുതൽ 8 വരെ തീയതികളിൽ പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഈ വർഷം പത്മവിഭൂഷൺ ഉസ്താദ് അംജദ് അലി ഖാനാണ് സത്കലയുടെ പുരസ്കാരം നൽകുന്നത്. ഡിസംബർ 8-ന് പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികത്തോടനുബന്ധിച്ചാണ് അവാർഡ് ദാനം നടക്കുക. കഥാകാരൻ T പത്മനാഭൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. HIV അണുബാധ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്നും HIV പ്രതിരോധിക്കുന്നതിനും അണുബാധിതരെ സംരക്ഷിക്കുന്നതിനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ടെന്നും ഈ ദിനം മാനവരാശിയെ ഓർമ്മിപ്പിക്കുകയാണ്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. പുതിയ HIV ബാധിതയില്ലാത്ത, വിവേചനമില്ലാത്ത, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. സനാതന ധർമ്മ പരിഷത്തിന്റെ ഈ വർഷത്തെ ധർമ്മജ്യോതി പുരസ്കാരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർക്ക് നൽകും. സനാതന ധർമ്മ പ്രചരണത്തിൽ വഹിച്ച ശ്രദ്ധേയമായ സേവനം പരിഗണിച്ചാണ് ശശികല ടീച്ചർക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ചതെന്ന് സനാതന ധർമ്മ പരിഷത്ത് ചെയർമാൻ സ്വാമി ചിദാനന്ദപുരി, ജനറൽ കൺവീനർ പട്ടേൽ പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 വൈകിട്ട് 6-ന് കോഴിക്കോട് ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ നടക്കുന്ന സനാതന ധർമ്മ പരിഷത്ത് ആധ്യാത്മിക സാംസ്കാരിക സാമുദായിക കൂട്ടായ്മയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പുരസ്കാരം ശശികല ടീച്ചർക്ക് നൽകും. സനാതന ധർമ്മ പരിഷത്ത് വർഷം തോറും നടത്തിവരുന്ന പ്രഭാഷണ പരമ്പര ഇത്തവണ ഡിസംബർ 1 മുതൽ 7 വരെ ശ്രീനാരായണ സെൻട്രൽ ഹാളിലാണ് നടക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലിംഗസമത്വം ഇസ്ലാമിനും സമൂഹത്തിനും മനുഷ്യത്വത്തിനും എതിരാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തെരുവുനായകളുടെ ഉന്മൂലനത്തിന് വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്നും റാബിസ് വാക്സിൻ കമ്പനികളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് സ്ഥാപകൻ കൊച്ചൌസേബ് ചിറ്റിലപ്പിള്ളി. ഓൺലൈൻ പേയ്മെന്റും ഓൺലൈൻ രജിസ്ട്രേഷനും ലളിതമാക്കാൻ KSEBയുടെ ഗോ ലൈവ് പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായി.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.